നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് കുടുംബം. എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശിയായ മിഹിറാണ് കഴിഞ്ഞ ജനുവരി 15-ാം തീയതി ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. മിഹിർ ക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കുട്ടി പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ അമ്മ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു. മിഹിറിന്റെ സഹപാഠികൾ മാതാവിന് അയച്ചു നൽകിയ ചാറ്റുകളിലാണ് മകൻ നേരിട്ട ക്രൂരപീഡനം വിവരിക്കുന്നത്. സ്കൂളിലും സ്കൂൾ ബസ്സിലും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് മിഹിറിനെ മർദ്ദിച്ചു. വാഷ്റൂമിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ക്ലോസറ്റിൽ മുഖം മുക്കിവെച്ച് ഫ്ലഷ് ചെയ്തു. കേട്ടാലറയ്ക്കുന്ന ചെയ്തികൾ വേറെയും മിഹിറിന് സ്കൂളിൽ വെച്ച് നേരിടേണ്ടി വന്നിരുന്നു. നിറത്തിന്റെ പേരിൽ കുത്തുവാക്കുകളും പരിഹാസവും തുടർക്കഥയായിരുന്നുവെന്ന് മാതാവ് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത്. മരണശേഷവും സീനിയർ വിദ്യാർത്ഥികൾ മിഹിറിനെ കളിയാക്കി. വർണ്ണവിവേചനത്തിന് മിഹിർ ഇരയായിട്ടുണ്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും കുടുംബം പറയുന്നു. സ്കൂളിൽ നേരിട്ട ക്രൂരതകളിൽ നിസ്സഹായനായി ജീവനൊടുക്കേണ്ടി വന്നെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഗ്ലോബൽ സ്കൂളിന് പുറമെ മിഹിർ മുമ്പ് പഠിച്ച ജെം സ്കൂളിനെതിരെയും ബാലാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ ഉപദ്രവിച്ചെന്നാണ് ആരോപണം. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥി തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന്റെ മുകളിലെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. തൃപ്പൂണിത്തുറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന സരിൻ രചന ദമ്പതികളുടെ മകനാണ് മിഹിർ. സ്കൂൾ വിട്ട് വന്ന ശേഷം താമസിക്കുന്ന തൃപ്പൂണിത്തുറ ചോയ്സ് ടവറിന്റെ 26-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. 3-ാം നിലയിലെ ഷീറ്റിട്ട ഭാഗത്തേക്കാണ് മിഹിർ വീണത്. തൽക്ഷണം തന്നെ മിഹിർ മരിക്കുകയും ചെയ്തു. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്.